നിത്യനിത്യതയുടെ ഈ മഹായാത്രയിൽ നഷ്ടസ്വപ്നങ്ങളുടെ വ്യഥകളാണ്. വർണ്ണം പെയ്തിറങ്ങുന്ന യൗവനത്തിൽ എനിക്കെൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു. ഉറഞ്ഞുകൂടുന്ന ഇരുട്ടിൻ്റെ അകത്തളങ്ങളിൽ തട്ടിയും തടഞ്ഞും മുന്നോട്ട് നീങ്ങുന്നു എന്ന് മാത്രം. ഈ ഇരുട്ടിലും വെളിച്ചത്തിനു വേണ്ടിയുള്ള എൻ്റെ ദാഹം ആരും അറിഞ്ഞില്ല. അതറിയാനോ മനസ്സിലാക്കാനോ ആരും ശ്രമിച്ചില്ല. കുറ്റപ്പെടുത്തലുകളുടെ ലോകത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയി. രണ്ടാലും ശരി. അത് തന്നെ. ചേട്ടാ ചേട്ടാ, ഒരു പെഗ് വാങ്ങിച്ചു തരുമോ? കാശൊന്നുമില്ല, പോടാ. ചേട്ടാ പ്ലീസ് പോടാ. ചേട്ടാ, ചേട്ടൻ എത്ര പെഗ് വാങ്ങിച്ചു തന്നിട്ടുള്ളതാ? യവനൊന്നും വേറെ പണി. എനിക്ക് ഭ്രാന്താവും. പോടാ. ആദ്യം കാശ് കൊണ്ടിറങ്ങി, ഇപ്പൊ പെഗിനും തണ്ടാൻ തുടങ്ങി. എന്താടാ ആ ഗുപ്തം വരുന്നുണ്ട്. അവനിപ്പോ വെറും ഓസാണല്ലോ. അവന്റെ കാശൊന്നും ഇല്ലടാ. നിങ്ങൾ വേഗം വാ, നമുക്ക് മാറിയിരിക്കാം. എവിടെ പോയി? എടാ, ഒരു 100 രൂപ താടാ. 100 രൂപയോ? അതെടാ, ഒരു അത്യാവശ്യം ഉണ്ടടാ. നിന്റെ അത്യാവശ്യം എനിക്കറിയാം. കള്ളു കുടിക്കാനല്ലേ? ഏയ്, കള്ളു കുടിക്കാനൊന്നും അല്ല, ഒരു അത്യാവശ്യം ഉണ്ടടാ, പ്ലീസ്. ശരി. അത് ശരി. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചത് കള്ളു കുടിക്കാൻ തന്നെ. എന്താ സംശയം? അവനെ അങ്ങനെ വിട്ടാ പറ്റില്ല. എടാ, എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച ഇതിനാണല്ലേ? നിനക്ക് ഇതിന് നല്ലത് പിച്ച എടുത്തൂടെ? അത് ഞാനേ, എനിക്ക് സൗകര്യമുള്ള നീ പോടാ. എന്റെ കയ്യിലെ കാശും വാങ്ങി എന്നെ തന്നെ തെറി പറയുന്നു. നിന്നെ ഞാൻ അമ്മേ, വാല് തുറക്ക. എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീ വളർന്നില്ല. സാരമില്ല, ഇപ്പൊ നീ ഈ കുടുംബത്തിന് പേരുദോഷവും വരുത്തി. എന്നാണോ അത് തിരുത്തുന്നത് അന്ന് വന്നാ മതി. പൊയ്ക്കോ. ഗുപ്ത, എന്താടാ ഇതൊക്കെ?
ഒന്നുകിൽ നാടിന് ഗുണം വേണം, അല്ലെങ്കിൽ വീടിന്. ഇതൊന്നിനും കൊള്ളാത്തവനായി എന്തിനാ നീ ഇങ്ങനെ? ഗുപ്തനെ ഈ നാടിനും വീടിനും കൊള്ളില്ല. അതിന്റെ കാരണം ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? മനസമാധാനം അതെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മുതൽ മുടക്കില്ലാതെ ആർക്കും എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒന്നാണല്ലോ ഉപദേശം. ആർക്കും ആരെ വേണമെങ്കിലും ഉപദേശിക്കാം. എന്തായിരുന്നു എന്റെ ജീവിതമെന്ന് നിനക്കറിയോ? നിനക്കെന്നല്ല, ആർക്കും അറിയില്ല. എന്നോട് ക്ഷമിക്കടാ, ഞാൻ അറിയാതെ. സാരമില്ലടാ, ഞാനിതിനെല്ലാം വിധിക്കപ്പെട്ടവനാ. ഗുപ്ത, എന്റെ ജീവിതത്തിലെ വെളിച്ചം അച്ഛനായിരുന്നു. അച്ഛന്റെ മരണം അതെല്ലാം മാറ്റിക്കളഞ്ഞു. അമ്മയ്ക്ക് പിന്നെ ഞാൻ മാത്രമായിരുന്നു. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, വഴിതെറ്റിപ്പോവോ എന്നൊക്കെയായിരുന്നു അമ്മയുടെ പേടി. പിന്നീട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അമ്മയുടെ അടുത്ത് ഞാൻ അസ്വസ്ഥനായിരുന്നു. നിനക്കറിയോ, ഒരല്പ സ്വാതന്ത്ര്യത്തിനായി ഞാൻ കൊതിച്ചു. ഞാൻ അറിയാതെ തന്നെ എനിക്ക് അമ്മയോട് വെറുപ്പ് വന്നു. അങ്ങനെ ശ്വാസം മുട്ടിയാണ് ഞാൻ ജീവിച്ചത്. പിന്നെ നീ ചോദിച്ച ചോദ്യം, അത് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതങ്ങനെയാ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലടോ. എന്തോ ജീവിതത്തോട് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു. എവിടെയൊക്കെയോ എത്തണമെന്ന് ആഗ്രഹിച്ച് ഒടുവിൽ ഒന്നും ആവാൻ കഴിയാതെ. ഗുപ്ത, ഞാൻ അമ്മ ആഗ്രഹിച്ചതുപോലെ ഒന്നും ആവാൻ കഴിഞ്ഞില്ല എനിക്ക്. ജീവിതത്തിൽ മദ്യപിക്കില്ല എന്നുറപ്പിച്ച ഞാൻ എന്താടാ, ജോലി ശരിയായോ? എന്താ ശരിയായില്ലെങ്കിൽ താൻ തരുമോ? ഓ, ഞാനൊന്നും പറഞ്ഞില്ല. എന്തായി? അത് ശരിയായി കാണില്ല. അതെങ്ങനെയാ? അവനവനും കൂടി വേണം ആവശ്യം. നിന്റെ പ്രായത്തിലുള്ളവര് കുടുംബം നോക്കാൻ തുടങ്ങി. നീ ഇനിയും ജോലി അന്വേഷിച്ച് നടക്കുക. ഞാൻ പഠിപ്പിച്ച കുട്ടികള് ഉയർന്ന ജോലിയെ കാണുമ്പോ കൊതി തോന്നുക. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം എന്റെ വിധി. ഒന്ന് നിർത്തോ? ഇല്ല, നിർത്തില്ലടാ. ഇത്രയും കാലം വളർത്തിയില്ലേ, അതിന്റെ വേദന എനിക്കും കാണും. എന്തിനാ വളർത്തി വലുതാക്കിയത്? അന്നേ കൊന്നുകളായിരുന്നില്ലേ? അത് തന്നെ ചെയ്താ മതിയായിരുന്നു. അതിന് ഇങ്ങനൊരു മുടിഞ്ഞ സന്താനത്തിനാണല്ലോ ദൈവം എനിക്ക് തന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ? കൊല്ലടാ. കള്ളും കുടിച്ച് ലെക്കില്ലാതെ നടക്കുന്ന നീ അത് ചെയ്യും. ചേട്ടാ, ഒരു സോഡ. അളിയ, എത്ര നാളായിട്ടാ നിന്നെ കണ്ടിട്ട്? പറയടാ, എന്തൊക്കെയാ നിന്റെ പുതിയ വിശേഷങ്ങൾ? ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. ഒരു ജോലിക്ക് വേണ്ടി കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. ഒന്നുകിൽ ഹൈ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ഡൊണേഷൻ. നീ ഒരുപാട് ആശിച്ച് തിരഞ്ഞെടുത്ത ആ കോഴ്സ് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ നിനക്കിന്നൊരു ജോലിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നോ? സോറിടാ, അപ്പോഴായിരുന്നല്ലോ നിന്റെ അച്ഛൻ്റെ. വിനോദേ, എനിക്കിന്നൊരു ജോലി അത്യാവശ്യമാണ്. അടുത്ത വർഷം അമ്മ റിട്ടയർഡ് ആവും. ഇതുവരെ എനിക്കൊരു ജീവിതമായിട്ടില്ല.
അമ്മയുടെ തണല് എത്ര കാലം ഉണ്ടാവും? ഞാൻ സ്വന്തം കാലിൽ നിൽക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എനിക്കൊരു ജോലി വേണം. നീ വിചാരിച്ച അത് നടക്കും. ഞാൻ വിചാരിച്ചാ ഇപ്പം നിനക്കൊരു ജോലി തരപ്പെടുത്തി തരാൻ പറ്റും. പക്ഷേ ആ ജോലി ചെയ്യാൻ നിന്നെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. എൻ്റെ വൈഫിൻ്റെ ചേട്ടൻ ഒരു ഹോട്ടലിൻ്റെ പാർട്ട്ണറാണ്. അവിടെ ഞാൻ വിചാരിച്ച ഒരു ജോലി തരപ്പെടുത്താം, സൂപ്പർവൈസറായിട്ട്. അത് പക്ഷേ അതൊരു ബാർ ഹോട്ടലാണ്. നോക്ക്, ആ നിന്റെ ചേച്ചിയുടെ മകനല്ലേ പോയത്? ഇവൻ എന്നു മുതലാ കള്ളുകൂടി തുടങ്ങിയത്? നിന്റെ മരുമകനെ കുറിച്ച് നല്ല അഭിപ്രായമാ നാട്ടിലൊക്കെ. ഇപ്പൊ കണ്ടില്ലേ അവന്റെ സ്വഭാവം? സ്വന്തമായിട്ട് 10 കാശുണ്ടാക്കേണ്ട പ്രായത്തിലാ അവൻ കള്ളും കുടിച്ച് കിടക്കുന്നത്. അത് നിന്റെ പെങ്ങടെ കാശുകൊണ്ട്. അവനെ ഞാനൊന്ന് ശരിപ്പെടുത്തി തരാം. തറവാടിന്റെ മാനം കളയാനായി പിറന്ന ഒരു സന്താനം. നിന്നെ കുറിച്ച് ഞാൻ ചിലതൊക്കെ കേട്ടു. ബാറിലും പോയി തുടങ്ങിയല്ലേ കള്ളുകൂടി? അമ്മേ, അത് ഞാൻ വെറുതെ ഒരു രസത്തിന് കൂട്ടുകാരുടെ കൂടെ ഒരു സ്മോൾ കമ്പനിക്ക് വേണ്ടി മാത്രമല്ലേ? കൈയോടെ പിടികൂടിയാൽ എല്ലാ പിള്ളേരും പറയുന്നത് ഇങ്ങനെയാ. നീ എന്ത് ഭാവിച്ചാ മോനെ ഇങ്ങനെയൊക്കെ? കുടുംബത്തിനൊരു സൽപ്പേര് സമ്പാദിച്ചിട്ടാ നിന്റെ അച്ഛൻ പോയത്. ഭരതമാഷിന്റെ മോൻ പിഴച്ചു പോകുന്നത് കണ്ടിട്ട് ആ ആത്മാവ് വേദനിക്കട്ടല്ലേ? ആകാശം ഇടിഞ്ഞു വീഴാൻ മാത്രം ഇവിടെ എന്തുണ്ടായെന്നാ? കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ ഈ സംസാരിക്കുന്നത്. നീ ഇന്ന് ബാർ കയറിയില്ലേ? കയറി. എത്ര എണ്ണം വീശി? ഞാൻ കള്ളു കുടിക്കാനല്ല ബാറിൽ പോയത്. പിന്നെ പ്രാർത്ഥിക്കാനാ? അവിടെ ഒരു ജോലി ശരിയാക്കി തരാന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കാനാ ഞാനവിടെ പോയത്. മാതൃകാധ്യാപകനായിരുന്ന ഭരതമാഷിന്റെ മകന് ബാറിൽ ജോലി. കളിയാക്കണ്ട. ദിവസം 3 നേരം നിങ്ങൾ ഈ വാഴ്ത്തി പറയുന്ന കുടുംബമഹിമയും സൽപ്പേരും ഇത്രയും നാളും കളയാതെ തന്നെയാ ഞാൻ ജീവിച്ചത്. എനിക്ക് എപ്പോഴെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി എന്റെ അമ്മാവൻ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? വേറെയും ഉണ്ടല്ലോ 2 സഹോദരിമാര്. അവരുടെയും മക്കളുടെയും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അമ്മാവൻ നടത്തുന്നുണ്ടല്ലോ. ഞങ്ങളോട് മാത്രം എന്താ അമ്മാവൻ ഇത്ര പുച്ഛം? തർക്കുത്തരം പറയുന്നോടാ. എനിക്ക് നേരെ ഇങ്ങനെ ഞെളിഞ്ഞെന്ന് സംസാരിക്കാനുള്ള ധൈര്യം നിനക്ക് എന്നാണ് ഉണ്ടായത്? മാമന് തല്ലാനും കൊല്ലാനുള്ള അധികാരം ഉണ്ടെന്നറിയാം. പക്ഷേ അത് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം. എന്താ എന്നെ ഒന്നും മനസ്സിലാക്കാത്തത് നിങ്ങൾ ആരും? പെങ്ങള് കേട്ടല്ലോ മോന്റെ അധിക പ്രസംഗം. നല്ലത് ഉപദേശിച്ചു കൊടുക്കാൻ നോക്കിയപ്പോ ഇപ്പൊ ഞാനായി കുറ്റക്കാരൻ. നന്നായാലും നശിച്ചാലും ഇവന്റെ അമ്മാവനെന്നും പറഞ്ഞ് ഇനിമേൽ ഞാൻ ഇങ്ങോട്ട് വരില്ല. എന്താവശ്യം ഉണ്ടായാലും എന്റെ വീടിന്റെ പടി ചവിട്ടാൻ ഇവിടുന്ന് ആരും അങ്ങോട്ടും വരണ്ട. എനിക്ക് വേണ്ട. എവിടെയായിരുന്നു? 2 ദിവസമായല്ലോ കണ്ടിട്ട്. എനിക്കൊന്ന് ഒഴികെ. വേണ്ട, എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാനാ. കാലിനടിയിലെ അവസാന മൺതിരിയും ഒലിച്ചു പോകുന്നത് ഞാൻ അറിഞ്ഞു. അറിവുകളുടെ വ്യർത്ഥതകളിൽ അനന്തതയുടെ ആത്മവികാരങ്ങൾ ഉറയുന്നു. ലഹരിയുടെ കനത്ത കാലടികളിലേക്ക് ദൂരം കുറയുകയും ഒടുവിലൊരത്താണി പോലെ ആ ലഹരിയെ നെഞ്ചോട് ചേർക്കുകയും ചെയ്തു. ഞാനെന്ന യാഥാർത്ഥ്യം ലഹരിയുടെ മഹാവിസ്ഫോടനങ്ങൾ. ആ അത് ശരി, ഉറക്കം ഇവിടെ തന്നെയാണല്ലേ? അതിന് അത് നിങ്ങൾക്കെന്താ? അയ്യോ, ഞാനിതാ പോണേ.
വിചാരവികാരങ്ങളെല്ലാം നിർജീവമായിരിക്കുന്നു. സമൂഹമെന്ന മഹാപ്രളയത്തിൽ ഒഴുക്കിനൊത്ത് ഏകാന്തതയുടെ മഹാശിഖരങ്ങളിലൂടെ അങ്ങനെ അങ്ങനെ പറയാം. മിസ്റ്റർ അരുൺ, അടുത്ത കാലത്തൊന്നും ഗുപ്തനെ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ പുറത്തായിരുന്നു. ഇന്നലെ വന്നത്. അപ്പോഴാ എനിക്ക് തോന്നി വെറും 2 ദിവസം മാത്രമാണ് ഗുപ്തനെ ഞങ്ങൾക്ക് കിട്ടിയത്. ആ ദിവസങ്ങളിലെ വിശദ പരിശോധനയിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്താ ഡോക്ടർ? ലിവർ സിറോസിസ്. ലിവർ സിറോസിസ്? അതെ, മദ്യപാനം വരുത്തിവെച്ച ദുരന്തം. കരൾ വീർത്ത് പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്ന അവസ്ഥ. എന്നുവെച്ചാ മരണകാരണമായേക്കാവുന്ന ഒരസുഖം. അതും ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ്. എന്റെ കർത്താവേ, എന്തായി കേൾക്കണത്? എനിക്ക് ഇനിയും ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് അവൻ ഈ വഴിയിലെത്തിയത്? ഒരുപക്ഷെ എല്ലാവരും അസൂയയോടെ നോക്കിക്കാണുന്ന ജീവിതമായിരുന്നു അവൻ്റേത്. എന്നിട്ടും എവിടെയാണ് അവനെ പിഴച്ചു പോയത് ആന്റണി? ഒരു കൂട്ടുകാരനും അപ്പുറം ഗുപ്തൻ എനിക്ക് ആരൊക്കെയാണ്? നിർവചനങ്ങൾക്കും അപ്പുറം. അരുൺ, ഇനി ഗുപ്തന്റെ വീട്ടിലേക്ക്. ഇല്ല, ഞാൻ പറഞ്ഞ അവൻ കേക്കില്ല. എന്നോട് അവന് വെറുപ്പ് മാത്രമേ ഉള്ളൂ. ടീച്ചറിന് സംസാരിച്ചാൽ ഒരുപക്ഷെ അവൻ... വളർത്തേണ്ട രീതിയിലല്ല ഞാൻ അവനെ വളർത്തിയത്. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകി. എന്റെ ജീവിതം പണ്ടേ എനിക്ക് നഷ്ടമായി. ഇപ്പൊ അവനും. ഒരിക്കലും ടീച്ചർക്ക് അവന് നഷ്ടപ്പെടില്ല. അവനിപ്പോ എവിടെ കാണും? ആന്റണി, ദേ വാ. ഗുപ്ത, 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 എണീക്ക്. എടാ, കണ്ണോർക്കടാ. ഗുപ്ത, ഗുപ്ത,
എണീക്കടാ, കണ്ണു തുറക്ക്. എന്താടാ ഇത്? എണീക്ക്. പറയ. എന്റെ അമ്മയെ ഒന്ന് കാണണം. അവരോട് മാപ്പ് ചോദിക്കണം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എനിക്ക് അവരോട് മാപ്പ് ചോദിക്കണോടാ. ഞാൻ അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അവരോട് നിനക്കൊന്നുമില്ലടാ. യൗവനം ഒരു മഹോത്സവമാണ്. ആഘോഷങ്ങളുടെ, സ്വപ്നങ്ങളുടെ, വർണ്ണങ്ങളുടെ, അങ്ങനെ നിർവചനങ്ങൾക്കും അപ്പുറം നേരമ്പോക്കിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും ലഹരി പിടികൂടുകയും ആ ലഹരി യുവത്വം മാത്രമല്ല, നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഈ മനോഹര ജീവിതം പോലും അപഹരിക്കുന്നു.